എല്ലാ കൂട്ടുകാർക്കും PSC 360 സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2018 ഡിസംബർ 29, 30, 31 തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് സുധീർ ഭാർഗവ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ അഥവാ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഇംഗ്ലീഷിലുള്ള ടേമും കൂടി ഓർത്തു വയ്ക്കുക. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? സുധീർ ഭാർഗവ. ഈ സ്ഥാനത്ത് 2018 നവംബർ വരെ ഉണ്ടായിരുന്നത് RK മാത്തൂർ അഥവാ രാധാകൃഷ്ണ മാത്തൂർ ആയിരുന്നു ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത്. 2018 നവംബറിൽ അദ്ദേഹം വിരമിച്ചു, റിട്ടയർഡായി. അപ്പോൾ ഈ ഒഴിവിലേക്ക് പുതിയതായിട്ട് നിയമിതനായതാണ് സുധീർ ഭാർഗവ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അടുത്തത്, കേന്ദ്ര മന്ത്രാലയം 2012 പാസാക്കിയ പോസ്കോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമത്തിൽ അടുത്തിടെ ഭേദഗതി വരുത്തി. ഈ നിയമം ഏത് വിഭാഗത്തിന്റെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? ലൈംഗിക പീഡനങ്ങളിൽ നിന്നുമുള്ള കുട്ടികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പോസ്കോ എന്ന നിയമം. ഇത് 2012 പാസ്സാക്കിയത്. ഇതിന് പുതിയതായിട്ടൊരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതിയിൽ പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത്. അപ്പോൾ പോസ്കോ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് 2012 ഈ നിയമം നിലവിൽ വന്നത്, പാസ്സാക്കിയത്, കേന്ദ്ര മന്ത്രാലയം പാസ്സാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭേദഗതി വന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഭേദഗതി വന്നത്. കുട്ടികൾക്കെതിരെയുള്ള ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് പുതിയ ഭേദഗതി. അടുത്തത്, ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗഗൻയാൻ പദ്ധതി ഓർത്തു വയ്ക്കുക. ഗഗൻയാൻ വരും വർഷങ്ങളിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ISRO അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരെയാണ് ആദ്യം ഈ ഒരു പദ്ധതിയിലൂടെ ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ISROയാണ് അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രിസഭ അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 2019 ജനുവരിയിൽ പുതുതായി നിലവിൽ വരുന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ, ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് C. പ്രവീൺ കുമാറാണ്. 2019 ജനുവരിയിൽ പുതുതായിട്ട് നിലവിൽ വരുന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അതിൻ്റെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 25ാമത് ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശിലെ ഈ ഹൈക്കോടതി. അമരാവതിയിലാണ് ഇത് നിലവിൽ വരുന്നത്. ജസ്റ്റിസ് സിറ്റി എന്ന് നമ്മൾ മുൻപത്തെ കറണ്ട് അഫയർ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് സിറ്റി നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയതായിട്ട് വരുന്ന തലസ്ഥാന നഗരമാണ് അമരാവതി. അപ്പോൾ അമരാവതിയിലാണ് ജസ്റ്റിസ് സിറ്റി ഉള്ളത്, ജസ്റ്റിസ് സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതി നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, നിയമിതനായത് C. പ്രവീൺ കുമാറാണ്. ദേശീയ തലത്തിൽ ഓൺലൈൻ കംപ്ലൈൻറ്റ് ഫയലിംഗ് സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിന് ഭാഗമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 14433 എന്ന ടോൾ ഫ്രീ നമ്പർ. ദേശീയ തലത്തിൽ ഓൺലൈൻ കംപ്ലൈൻറ്റ് ഫയലിംഗ് സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. പ്രസിദ്ധ ചലച്ചിത്രകാരനും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവുമായ മൃണാൾ സെൻ അന്തരിച്ചു. അദ്ദേഹം പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകനാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, അതുപോലെ പത്മവിഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്തരിച്ചു, മൃണാൾ സെൻ. സിസ്റ്റം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നാഷണൽ സിസ്റ്റം ഗോൾഡ് മെഡലിന് അർഹനായത് K. ശിവൻ, ചെയർമാൻ ഓഫ് ISROയുടെ ചെയർമാനാണ് K. ശിവൻ. സിസ്റ്റം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നാഷണൽ സിസ്റ്റം ഗോൾഡ് മെഡലിന് അദ്ദേഹം അർഹനായി. പ്രധാനമന്ത്രി പുനർനാമകരണം ചെയ്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. റോസ് ഐലൻഡിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡിൽ നിന്ന് മാറ്റി നീൽ ഐലൻഡിൻ്റെ പേര് ഷഹീദ് ഐലൻഡ് എന്നാക്കി. അതുപോലെ ഹാവ്ലോക്ക് ഐലൻഡിൻ്റെ പേര് സ്വരാജ് ഐലൻഡ് എന്നാക്കി.
നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സുഭാഷ് ചന്ദ്രബോസ് മുൻപ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം നൽകിയ പേരുകളായിരുന്നു ഷഹീദ്, സ്വരാജ് തുടങ്ങിയ പേരുകൾ അദ്ദേഹം നൽകിയതായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെയുള്ള പേരുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. പ്രധാനമന്ത്രിയാണ് പുനർനാമകരണം ചെയ്തത്. റോസ് ഐലൻഡിനെ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന് പേര് മാറ്റിയിരിക്കുന്നു. നീൽ ഐലൻഡിനെ ഷഹീദ് ഐലൻഡ് എന്നും ഹാവ്ലോക്ക് ഐലൻഡിനെ സ്വരാജ് ഐലൻഡ് എന്നും പേര് മാറ്റിയിരിക്കുന്നു. അടുത്തത് ആത്മീയതയുടെ പ്രാധാന്യം വ്യക്തമാക്കാൻ ആധ്യാത്മിക വിഭാഗ് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന വിഭാഗം ആരംഭിച്ചത് മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ്. മധ്യപ്രദേശ് ഗവൺമെൻറ്റിലാണ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത്. അത് നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ട്, പല പരീക്ഷകളിലും PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ലയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും ഇനി മുതൽ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് മധ്യപ്രദേശ് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ആധ്യാത്മിക വിഭാഗം എന്ന ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ലയിക്കാനാണ് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ മാനദണ്ഡം അടുത്തിടെ എടുത്തു മാറ്റിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ മാനദണ്ഡം അടുത്തിടെ എടുത്തു മാറ്റിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം വാരണാസിയിലാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IRRIയുടെ സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്ററിന് ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ്. 2018 സ്വച്ഛ് സർവേക്ഷൻ റാങ്കിങ്ങിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ മികച്ച ക്യാപിറ്റൽ സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് 2018 സ്വച്ഛ് സർവേക്ഷൻ റാങ്കിങ്ങിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ മികച്ച ക്യാപിറ്റൽ സിറ്റി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിടെ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ജപ്പാനാണ് ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ നിന്നും പിന്മാറാനായിട്ട് തീരുമാനിച്ച രാജ്യം. അടുത്തിടെ പ്രഥമ മടവൂർ വാസുദേവൻ നായർ സ്മാരക കഥകളി പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം ഗോപി. വളരെ പ്രസിദ്ധനായിട്ടുള്ള കഥകളി ആചാര്യനാണ് കലാമണ്ഡലം ഗോപി. അദ്ദേഹത്തിനാണ് പ്രഥമ മടവൂർ വാസുദേവൻ നായർ സ്മാരക കഥകളി പുരസ്കാരം ലഭിച്ചത്. ഏർലി ഇന്ത്യൻസ് ദ സ്റ്റോറി ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ടോണി ജോസഫാണ്. ഏർലി ഇന്ത്യൻസ് ദ സ്റ്റോറി ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. The Thrissur Kerala based ISAF Small Finance Bank has received the Reserve Bank approval to operate as scheduled bank making in it the fifth scheduled bank that operates from Kerala after Federal Bank, South Indian Bank, Catholic Syrian Bank and then Lakshmi Bank. അതായത് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇസാഫ് എന്ന ധനകാര്യ സ്ഥാപനത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 വർഷങ്ങൾക്ക് മുമ്പ് അനുമതി നൽകിയിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് ഇസാഫ് ബാങ്കിനെയാണ് അനുമതി ലഭിച്ചിരുന്നത്. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഇസാഫ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. റിസർവ് ബാങ്ക് അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ 5ാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. ഇതിന് ശേഷം 5ാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കായിട്ടാണ് ഇസാഫ് ബാങ്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത്. ഇത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇസാഫ് എന്ന് പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക്. The government has banned Sikh militant group Khalistan Liberation Force under Section 35 of Unlawful Activities Prevention Act UAPA of 1967 in Punjab. പഞ്ചാബിലെ സിഖ് വിഘടനവാദികൾ അല്ലെങ്കിൽ തീവ്രവാദി ഗ്രൂപ്പായിട്ടുള്ള ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിനെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ്. 1967 UAPA അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ്, അതിൽ സെക്ഷൻ 35 പ്രകാരമാണ് ഇതിനെ നിരോധിച്ചിട്ടുള്ളത്.
കാരണം ഒരുപാട് പേരുടെ ജീവഹാനിക്കും ഒരുപാട് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വിഘടനവാദി ഗ്രൂപ്പാണ്, സിഖുകാരുടെ ഒരു ഗ്രൂപ്പാണ് ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പാണിത്. അതിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഇനാഗുറേറ്റഡ് ദ 12th ഗ്ലോബൽ ഹെൽത്ത് കെയർ സമ്മിറ്റ് ഇൻ മുംബൈ. 12ാമത് ഗ്ലോബൽ ഹെൽത്ത് കെയർ സമ്മിറ്റ് മുംബൈയിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണിത് ഉദ്ഘാടനം നിർവഹിച്ചത്. ചാരിയറ്റ് ഫെസ്റ്റിവൽ വാസ് സെലിബ്രേറ്റഡ് ഇൻ മധുരൈ മീനാക്ഷി ടെമ്പിൾ ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ രഥോത്സവം ആഘോഷിച്ചു. അപ്പോൾ ചാരിയറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് രഥോത്സവമാണ്, അത് ആഘോഷിച്ചത് മധുര മീനാക്ഷി ടെമ്പിൾ, തമിഴ്നാട്. The President of Uzbekistan, Shavkat Mirziyoyev, announced in 2019 as Year of Active Investment and Social Development. 2019 ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ പ്രസിഡൻ്റാണ്. ഇയർ ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. The Ministry of Home Affairs, Government of India has released a booklet titled A Handbook for Students on Cyber Safety to inform the school children about the different aspects of cyber safety. സ്കൂൾ കുട്ടികളിൽ സൈബർ സുരക്ഷിതത്വത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ബുക്ക്ലെറ്റിൻ്റെ പേരാണ് എ ഹാൻഡ് ബുക്ക് ഫോർ സ്റ്റുഡൻസ് ഓൺ സൈബർ സേഫ്റ്റി. എ ഹാൻഡ് ബുക്ക് ഫോർ സ്റ്റുഡൻസ് ഓൺ സൈബർ സേഫ്റ്റി എന്നുള്ള പുസ്തകമാണത്, ഓർത്തു വയ്ക്കുക. മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ആൻഡ് ബീരൻ സിംഗ് ഹാസ് ബീൻ conferred the Champions of Change Award by Vice President M. Venkaiah Naidu. മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരൻ സിംഗിന് ചാമ്പ്യൻ ഓഫ് ചേഞ്ച് എന്ന പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഉപരാഷ്ട്രപതി ആയിട്ടുള്ള എം വെങ്കയ്യ നായിഡുവാണ് പുരസ്കാരം നൽകിയത്. ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ്. Russian President Vladimir Putin oversaw the successful test of a new hypersonic missile dubbed Avangard with the speeds of more than 30,000 kilometers per hour in Moscow. റഷ്യയിലെ 30,000 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള അവാൻഗാർഡ് എന്ന പേരിലുള്ള ഹൈപ്പർസോണിക് മിസൈല് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണിത് പ്രഖ്യാപിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 150-ാം വിജയം ഏത് രാജ്യത്തിനെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യ 150-ാമത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയം നേടിയത്, ഓസ്ട്രേലിയക്കെതിരെ. ബാൽക്കൻ അത്ലറ്റ് ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ലൂക്ക മോഡ്രിച്ച് ആണ്. ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്. Croatia's captain and Spanish club Real Madrid midfielder Luka Modric was named the Balkan Athlete of the Year, beating men's tennis world number 1 player Novak Djokovic. Novak Djokovicനെ പിന്നിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പുരസ്കാരം നേടിയത്. ലുക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യ. അന്റാർട്ടിക്കയിൽ സോളോ ട്രെക്ക് നടത്തിയ ലോകത്തിലെ ആദ്യ വ്യക്തി കോളിൻ ഒ ബ്രാഡി. അമേരിക്കയുടെ കോളിൻ ഒ ബ്രാഡിയാണ് അന്റാർട്ടിക്കയിൽ സോളോ ട്രെക്ക് നടത്തിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ PSC 360യുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ്, അതുപോലെ ഫേസ്ബുക്ക് പേജ്, ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുക. അതുപോലെ ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിലാണ് കൂടുതൽ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അൺഅക്കാദമിയിലെ സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഓരോ കോഴ്സും റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്